പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, വീണ്ടും ഒരിക്കൽ കൂടെ വചനസ്ഥാനത്തിൽ നിന്ന് ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ തരുന്നു, കുടുംബങ്ങളെ തരുന്നു. പ്രാർത്ഥനകൾക്കും കണ്ണുനീരുകൾക്കും ഒക്കെ മറുപടി എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയായ സ്തോത്രം, അനുഗ്രഹിച്ചോട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് വചനം ശ്രദ്ധിപ്പാൻ ചിന്തിപ്പാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. ആഴമേറിയ തിരുവചനമാണ് ഈ വാക്യം. അപ്പോസ്തലനാകുന്ന പൗലോസ് സ്തോത്രം പിൻപിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിലോട്ട് ആഞ്ഞ് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന ഒരു വാക്യമാണ്, എഴുതിയിരിക്കുന്ന വാക്യമാണ് ഈ വാക്യം. 13-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, എല്ലാം തികഞ്ഞ് നിരൂപിക്കുന്നില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിനകത്ത് ദൈവമക്കളെ ഉപദ്രവിക്കാൻ അധികാര പത്രവുമായി കടന്നു വന്ന ശൗലിനെ ചുറ്റി അടിപ്പിച്ച ദൈവത്തിന്റെ വെളിച്ചം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അന്ന് അവിടെ വച്ച് തൊട്ടു. സ്തോത്രം. ശൗലേ, സൗലേ, സൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം കേട്ട ശൗൽ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവിടെ മുതൽ അങ്ങോട്ട് അയാളുടെ ജീവിതത്തിനകത്തൊരു മാറ്റമായിരുന്നു. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ പ്രകാശം എല്ലാവരുടെ മേലും തട്ടട്ടെ. ഓ സ്തോത്രം. ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം ഉടഞ്ഞു മാറട്ടെ, മനസ്സ് എല്ലാം ഫ്രീ ആകട്ടെ, സമാധാന സ്വസ്ഥത ഉണ്ടാകട്ടെ. ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ തടസ്സമായിരുന്നു തടസ്സങ്ങളെ പൊട്ടിക്കുന്ന വെളിച്ചം, ദൈവത്തിൻ്റെ സ്വർഗീയ വെളിച്ചം ആഞ്ഞൊന്ന് അടിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവ ശബ്ദം എല്ലാവരും കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ശൗലിനെ ആ കർത്താവ് അന്ന് തൊട്ടു. അന്ന് മുതൽ ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഓരോ നിമിഷവും കർത്താവിൽ വളരാൻ തുടങ്ങി, കർത്താവിന്റെ മന്ന ഭക്ഷിക്കാൻ തുടങ്ങി, കർത്താവിന്റെ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങി, കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞു നടക്കാൻ തുടങ്ങി, ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ ഫിലിപ്പിയരുടെ ലേഖനത്തിനകത്ത് വരുമ്പോൾ അതിനകത്ത് 3-ാം അധ്യായം ഫിലിപ്പിയരുടെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാൾക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിമിൽ ജനിച്ച് എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷയിൽ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനീന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവൻ തന്നെ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം, അധികാര പത്രം കയ്യിൽ വന്നവൻ, സ്തോത്രം, പേരും പ്രശസ്തിയും മിടുക്കുമുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് അനേകർ അങ്ങനെയാണ്. പേര് കിട്ടിയാൽ അത് കളയാതെ, പേരാണ് വലുത്, പ്രശസ്തിയാണ് വലുത്, ആൾക്കാർ ബഹുമാനിക്കുന്നതാണ് വലുത്. മനുഷ്യന്റെ ബഹുമാനം കിട്ടാൻ സ്തോത്രം എന്ത് ചെയ്യും? മനുഷ്യന്റെ നടുവിൽ പേര് പിടിച്ചു പറ്റാൻ, പേര് കിട്ടാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. പല പേരുകളും പ്രശസ്തി പത്രങ്ങളും മനുഷ്യനുണ്ട്. എന്നാൽ ഞാൻ പറയാം, യേശുവില്ലാത്ത പ്രശസ്തി, യേശുവില്ലാത്ത പേര് എല്ലാം ഉണ്ട്. പക്ഷെ യേശുവില്ലെങ്കിൽ ഈ പ്രശസ്തിയുടെ പത്രമോ ഈ പേരോ ഈ സർട്ടിഫിക്കറ്റോ ഒന്നും ആളുടെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. സ്നേഹിതരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിക്കണം. നമ്മളെല്ലാവരും പഠിക്കണം. എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്, നന്മ ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിനെ നമ്മൾ ദൈവമായി കാണരുത്. ഈ ജോലി നമുക്ക് ആവശ്യമാണ്, ഈ ജോലിയെ നമ്മൾ ദൈവമായി കാണരുത്. ഈ ജോലി ഇവിടെ തീരും. സ്തോത്രം. സർട്ടിഫിക്കറ്റ് ഇവിടെ തീർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പേര് ഇവിടെ കൊണ്ട്
തീരും. നമ്മുടെ പ്രശസ്തി ഇവിടെ കൊണ്ട് തീരും. നമ്മുടെ അറിവ് ഇവിടെ കൊണ്ട് തീരും. നമ്മുടെ ജ്ഞാനം ഇവിടെ കൊണ്ട് തീരും. ദൈവത്തിന് സ്തോത്രം. ഈ പൗലോസിന് ഇതെല്ലാം ഉണ്ടായിരുന്നു. പേരുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, നിലയുണ്ടായിരുന്നു, ധനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, എനിക്കും മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാന്ന് തോന്നിയാൽ എനിക്ക് അധികം. കാരണം അത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരുത്തനെ എൻ്റെ അപ്പൻ തൊട്ടപ്പോൾ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്റെ പേരും നിന്റെ പ്രശസ്തിയും നിന്നെ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കത്തില്ല. അല്ലെങ്കിൽ യേശു കർത്താവ് അകത്ത് വരാതെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഒരിക്കലും നിന്റെ പ്രശസ്തി സ്വർഗത്തിൽ എത്തിക്കത്തില്ല. പേര് സ്വർഗത്തിൽ എത്തിക്കത്തില്ല. പുകഴ്ച, ബഹുമാനം സ്വർഗത്തിൽ എത്തിക്കുന്നതല്ല. യേശുവില്ലാതെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടങ്ങ് തീരും. ദൈവത്തിന് സ്തോത്രം. അതിലെഴുതിയിരിക്കുന്നു, സ്തോത്രം, എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാനെ സംബന്ധിച്ച് സഭയത്തിൽ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും. ഇതെല്ലാം എൻ്റെ ലാഭമായിരുന്നു, ഇതെല്ലാം എൻ്റെ നേട്ടമായിരുന്നു. പക്ഷേ ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെ. അതെല്ലാം ഛേദമെന്നെ. യേശു ഒരുത്തൻ്റെ അകത്ത് വരുമ്പോൾ തന്നിലുള്ള ഞാനെന്ന ഭാവം പോവും. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ കണ്ണിനകത്ത് എന്തോ അതവിടെ മാറും. ഹല്ലേലൂയ. തൻ്റെ പണത്തോടുള്ള ആർത്തി അവിടെ പൊട്ടും. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ അവിടെ പൊട്ടും. അത് ഞാൻ എന്തോ ആണ്, മറ്റുള്ളവരെക്കാൾ എന്തോ ആണ് എന്നുള്ള അഹംഭാവങ്ങൾ, എന്നുള്ള അഹങ്കാരങ്ങൾ അവിടെ പൊട്ടും. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇത് പറയുന്നു, എങ്കിൽ എനിക്ക് ലാഭമായുള്ളത് ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. ഛേദമെന്നത് എന്തുകൊണ്ട്? കർത്താവ് മനുഷ്യൻ്റെ അകത്ത് വന്നപ്പോൾ ഈ ലോകത്തിലുള്ളതൊന്നുമല്ല യാഥാർത്ഥ്യം, ഇതെല്ലാം ഇവിടെ തീരുമെന്നൊരു വെളിപ്പാട് അയാൾക്ക് വന്നപ്പോൾ, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും വലിയവൻ യേശു എന്നുള്ള വെളിപ്പാട് വന്നപ്പോൾ, ആ മനുഷ്യനേക്കാൾ വലിയവൻ യേശു എന്ന വെളിപ്പാട് വന്നപ്പോൾ, ഈ മനുഷ്യൻ തന്നെക്കാളും, തൻ്റെ ശുശ്രൂഷക്കാരും, തൻ്റെ സമ്പത്തിനേക്കാളും, തനിക്കുള്ള എല്ലാത്തിനേക്കാളും യേശുവിനെ സ്നേഹിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്റെ സ്നേഹം ആരോട്? ഈ ഭൂമിയിലുള്ള സമ്പത്തിനോടാണോ? ലോകത്തിലുള്ള നന്മകളോടാണോ? പേരും പ്രശസ്തിയും പഠിപ്പിനോടുമാണോ? കഴിവുകളോടാണോ സ്നേഹം? അത് യേശുവിനോടാണോ? യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കർത്താവിന് ഇഷ്ടമല്ലാത്ത എല്ലാം ഛേദം എന്ന് വലിച്ചെറിയും. അപ്പോസ്തലൻ സകലതും ഛേദമെന്ന് വലിച്ചെറിഞ്ഞു. അടുത്ത് വീണ്ടും വായിക്കുന്നു, സ്തോത്രം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നു. എപ്പോഴും എല്ലാം. ക്രിസ്തു യേശുവിനെ കണ്ടു, ക്രിസ്തു യേശുവിൻ്റെ ശബ്ദം കേട്ടു, ആ പരിജ്ഞാനം പ്രാപിക്കാൻ തുടങ്ങി. പരിജ്ഞാനം പ്രാപിച്ചപ്പോൾ മനസ്സിലായി, ഈ ലോകത്തിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും, അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം തീക്കായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഇതിനെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നാൽ ഇതിനേക്കാൾ എത്രയോ വലുതാണ് സ്വർഗം, ഇതിനേക്കാൾ എത്രയോ വലുതാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, ഇതിനേക്കാൾ എത്രയോ വലുതാണ് ക്രിസ്തു ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. എത്രയോ വലുതാണ്, എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഈ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എപ്പോഴും അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും കർത്താവിലിരിക്കേണ്ടതിനും, കണ്ടോ, കർത്താവിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മകളെയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ല വിധേനെ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ യേശുവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. ആദ്യം പറഞ്ഞത് ലാഭമായുള്ളത് ഉപേക്ഷിച്ചതാണ്, ഇപ്പം പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചു. കണ്ടോ, ഹല്ലേലൂയ, എല്ലാം ഉപേക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ലാഭമായുള്ളത് മാത്രമല്ല, എല്ലാം ഉപേക്ഷിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, എല്ലാം ഉപേക്ഷിച്ച മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ആ മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. കണ്ടോ, അയാൾ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റിയത്. ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റിയത് അയാളുടെ കഴിവല്ല. നമ്മുടെ കഴിവുകൊണ്ട് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു നമ്മളെ പിടിച്ചാലോ, ആമേൻ. അതിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അടുത്തെഴുതിയിരിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ വിരുദ്ധനായി
ലാക്കിലേക്ക് ഓടുന്നു. ഒരു വിരുതുണ്ട്, ലാക്കിലേക്ക് ഓടണമോ? പിൻപിലുള്ളതെല്ലാം മറക്കണം, കളയേണ്ടത് കളയണം, ഉടക്കേണ്ടത് ഉടക്കണം. നമ്മളൊരു ദൈവ പൈതലായി മാറണം. അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം വിടണം. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശു. കേട്ടോ, പിൻപിലുള്ളതെല്ലാം മറക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവഹിതമല്ലാത്ത എല്ലാം ഞാൻ വിടുന്നു കർത്താവേ. ഇതാ മുൻപിലുള്ളത്. അപ്പച്ചൻ എന്താണോ എന്നിലൂടെ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. പിൻപിലുള്ളതെല്ലാം മറന്നു മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട്. മുൻപിലുള്ള യേശു അപ്പച്ചൻ നടന്ന ഒരു ജീവിതമുണ്ട്. മുൻപിൽ യേശു നടന്ന വഴിയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് മക്കളെ വഴി, ഞാനാകുന്ന വഴിയിലൂടെ നടന്നാൽ മതി. ആ വഴി വേദപുസ്തകമാണ്, ആ തിരുവചനമാണ്. തിരുവചനത്തിലൂടെ നടക്കണം. അല്ലെങ്കിൽ മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. പിന്നിലുള്ളതെല്ലാം മറക്കാം, മുന്നിലുള്ളത് ആഞ്ഞ് വിരുദ്ധ പ്രാപിക്കാം, ലാക്കിലേക്ക് ഓടാം. കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. നമ്മുടെ കുറവുകൾ ഉണർന്ന്, പാപങ്ങൾ ഉണർന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വയങ്ങൾ, ഞങ്ങൾ എന്തോ ആണെന്നുള്ള ചിന്തകൾ, ഇതെല്ലാം ഇവിടെ കൊണ്ട് തീരുന്ന ആ പഠിപ്പിച്ചില്ല കർത്താവെ. എന്നാൽ ഇവിടെ കൊണ്ട് തീരാത്ത ആ നിത്യതയിൽ എത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപകളാൽ ഞങ്ങൾ നിറയ്ക്കണമപ്പ. തീർന്നു പോകാത്തതിനെ പിടിക്കുക, നിലനിൽക്കുന്നതിനെ പിടിക്കുക. സ്തോത്രം ഒന്ന് ഞാൻ ചെയ്യുന്നു. പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതെല്ലാം മാഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവം ഞങ്ങൾ എല്ലാവരും സഹായിക്കണേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തുവാണെന്നുള്ള സകല പാവ സ്വഭാവങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ പുതുമനുഷ്യൻ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണേ. സ്വയങ്ങളെല്ലാം ഇടിയിട്ട് പാവ വഴികളെല്ലാം ഉപേക്ഷിക്കപ്പെടട്ടെ. സ്വത്രം പിന്നിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതെല്ലാം ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ക്രിസ്തു യേശുവിൽ ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം ശക്തി ഞങ്ങളുടെ മുൻ പകരണമേ. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ, ഭാരപ്രയാസങ്ങൾ വിട്ടുപോകട്ടെ. യേശു മാത്രം കർത്താവ് തിരിച്ചറിഞ്ഞ് അപരാധിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, അനുഗ്രഹിച്ചുള്ള സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.